നമസ്കാരം. സ്റ്റോപ്പ് വെയിറ്റിംഗ്, സ്റ്റാർട്ട് എവറിത്തിങ് ചേഞ്ചസ്. കാത്തിരിപ്പ് അവസാനിപ്പിക്കൂ. നിങ്ങൾ തുടങ്ങിയാൽ എല്ലാം മാറും. പക്ഷെ തുടങ്ങാനാണ് പലപ്പോഴും നമുക്ക് ഭയം. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കാവുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം കാത്തിരിക്കുന്നു. എന്തിനാണ് കാത്തിരിക്കുന്നത്? നല്ലൊരു തുടക്കത്തിന് വേണ്ടി. എങ്ങനെയാണ് ഈ നല്ല തുടക്കം? സമയം നമ്മുടെ മുമ്പിലുണ്ടോ? സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നല്ലൊരു സമയം വരട്ടെ എന്ന് പറയും. ഈ സമയം എപ്പോഴാണ് നല്ലത് വരുന്നത്? നിങ്ങളുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാത്തിരിപ്പ് എന്താണ്? ശരിക്കും ഒരു വേസ്റ്റാണ്. നിങ്ങൾ തുടങ്ങിയാൽ മാത്രമേ വിജയിക്കൂ. തീർച്ചയായും അതിനൊരു ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞ 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ എന്നത്. ആ ഒരു നിമിഷം തോന്നിയ ഒരു തോന്നൽ. എങ്കിൽ ശരി, കുറച്ചുകൂടെ ആലോചിക്കാം, കുറെ കൂടെ ഭംഗിയാവും, പെർഫെക്ഷൻ വരട്ടെ, ഇതൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നാൽ അത് നടക്കില്ല. നിർബന്ധപൂർവം പെട്ടെന്ന് തന്നെ അത് ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ എത്തുകയും അത് തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുവാനും ബാക്കി എല്ലാ കാര്യങ്ങളും ഭംഗിയാകുവാനും ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോ വർക്ക് നടക്കുകയും ചെയ്യുന്നത്. ഇതിന് കാരണം തുടങ്ങിയത് കൊണ്ടാണ്. തുടങ്ങിയില്ലെങ്കിൽ ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പ്രോജക്റ്റേ നടക്കില്ല. ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഒരു പ്രയാസം വന്നപ്പോൾ, ഒരു കാലതാമസം വന്നപ്പോൾ അവിടെ നിന്നും പെട്ടെന്നെടുത്ത ഒരു തീരുമാനം, അത് തുടങ്ങുവാൻ തോന്നിയ ഒരു വലിയ അതിന് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയ് 8-ന് 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ എന്ന ഷോർട്ട് ഫിലിം ഇറങ്ങും എന്ന് 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാക്കിയെല്ലാം മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലാണ്. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, പ്രമോഷൻ മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെച്ചാൽ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും എൻ്റെ മകൻ ഉൾപ്പെടെയുള്ള പലരും പറയുന്നത്, പപ്പ ഒരു ഇമോഷണൽ ഇതിൻ്റെ ആളാണ്. കാര്യം എൻ്റർടൈൻമെൻറ്റിനേക്കാളും കൂടുതൽ ഇമോഷണലി ആണ്. തീർച്ചയായും ആണ്. എനിക്ക് കിരീടം, ചെങ്കോല്, ഭ്രമരം, അതിലെ വാത്സല്യം, ഇതുപോലുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അവരുടെ കഥകൾ മനുഷ്യ മനസ്സിൻ്റെ ഉൾത്തട്ടിലേക്ക് ചെല്ലുന്നതാണ്. എനിക്കങ്ങനെ കഥയുള്ള കഥകളാണ് ഇഷ്ടം. എന്ന് വെച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അല്ലെ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കല്ല. ഇപ്പോൾ 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ ഒരു എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ഞങ്ങളത് തുടങ്ങാനുള്ള കാരണം തുടങ്ങണമെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ വരും, പല പ്രയാസങ്ങൾ വരും, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരും. മറ്റു പലരും നിങ്ങളെ തടസ്സപ്പെടുത്തും. നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതിപ്പം ജനങ്ങളല്ല നിങ്ങളുടെ വിജയം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളത് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് കാണുവാൻ പറ്റൂ. തീർച്ചയായും മീഡിയ അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോർട്ട് ഫിലിംസ് ഇത് മുഴുവൻ ജനങ്ങൾ സഹായിച്ചാൽ മാത്രമേ വിജയിക്കുള്ളൂ. പക്ഷേ സാധാരണ മറ്റു കാര്യങ്ങൾ എല്ലാവരും സഹായിക്കണമെന്നൊന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ വിജയത്തിൽ എല്ലാവരും പങ്കെടുക്കും. നല്ലൊരു കാര്യം കൊണ്ടുവന്നാൽ നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികൾ അതിനെ സപ്പോർട്ട് ചെയ്യും. അവരതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യും. ഒരു സംശയവും വേണ്ട. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും ഇനി കാത്തിരിപ്പ് അവസാനിപ്പിക്കുക. നല്ലൊരു തുടക്കം നിങ്ങൾക്കുണ്ടാകട്ടെ. ആ തുടങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെയ് 8-ന് വരുന്ന 3+DP 1 അൺഎക്സ്പെക്റ്റഡ് ഡേ എന്ന ആ ഷോർട്ട് ഫിലിം നിങ്ങൾ കാണണം, വിജയിപ്പിക്കണം. ഡോക്ടർ ഡഗ്ലസ് കെ എന്ന ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അത് മാക്സിമം ആളുകൾക്ക് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എനിക്ക് വേണം. താങ്ക് യു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്.